ഏഷ്യാനെറ്റിലെ സാന്ത്വനം പരമ്പരയിൽ ജയന്തി എന്ന നെഗറ്റീവ് വേഷം ചെയ്ത പ്രേക്ഷക ശ്രദ്ധ നേടിയ താരമാണ് അപ്സര. താരം ബിഗ് ബോസ് സീസൺ 6-ലെ മത്സരാർത്ഥിയായി എത്തിയതോടെയാണ് പ്രേക്ഷകർക്ക് കൂടുതൽ സുപരിചിതയായത്. തുടക്കം മുതൽ ബിഗ് ബോസിൽ ശക്തമായ സാന്നിധ്യമായിരുന്നു അപ്സര. ടോപ്പ് 5-ൽ എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന അപ്സരയ്ക്ക് അപ്രതീക്ഷിതമായി ഹൗസിൽ നിന്ന് പുറത്താകേണ്ടി വന്നിരുന്നു. അതിനുശേഷം പൊതുപരിപാടികളിലും അഭിമുഖങ്ങളിലൂടെയും താരം പ്രേക്ഷകർക്ക് മുന്നിലെത്തിയിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി അപ്സരയുടെ സ്വകാര്യ ജീവിതവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. അപ്സരയും ഭർത്താവ് ആൽബിയും പിരിഞ്ഞുവെന്ന ചില യൂട്യൂബ് ചാനലുകളും വാർത്തകൾ പ്രചരിച്ചിരുന്നു. അപ്സര ബിഗ് ബോസിലായിരിക്കുമ്പോൾ പുറത്ത് അപ്സരയ്ക്ക് വേണ്ടി സോഷ്യൽ മീഡിയയിൽ സജീവമായി ഇടപെട്ടയാളായിരുന്നു ഭർത്താവ് ആൽബി. കഴിഞ്ഞ ദിവസം മഴവിൽ കേരളം എന്ന ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലൂടെ ഇത്തരം വാർത്തകളോട് പ്രതികരിച്ചിരിക്കുകയാണ് ഇപ്പോൾ അപ്സര. ഈ ഒരു വിഷയത്തെക്കുറിച്ച് താനും തന്റെ ഭർത്താവും ഇതുവരെയും വന്ന് സംസാരിച്ചിട്ടില്ലെന്നാണ് അപ്സര പറയുന്നത്. സോഷ്യൽ മീഡിയ ആണെങ്കിലും എല്ലാത്തിനും അതിൻ്റെതായൊരു സ്പേസ് ഉണ്ട്. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണെങ്കിൽ പോലും അവരുടെ വ്യക്തിപരമായൊരു കാര്യത്തിൽ പോയി ഇടപെടാത്തൊരാളാണ് ഞാൻ. അത് തിരിച്ചും പ്രതീക്ഷിക്കുന്നു. ഞാൻ മീഡിയയിലുള്ള ആളാണെങ്കിലും എൻ്റെ വളരെ സ്വകാര്യമായൊരു വിഷയം അതുണ്ടെങ്കിലും ഇല്ലെങ്കിലും വെളിപ്പെടുത്താൻ ഞാൻ താല്പര്യപ്പെടാത്തോളം കാലം അതിൽ മീഡിയയ്ക്ക് കയറി ഇടപെടാൻ ഒരു അവകാശവുമില്ല. ഞാനോ എൻ്റെ ഭർത്താവോ വന്ന് സംസാരിക്കാതിരിക്കുമ്പോഴും ചില മീഡിയകൾ വീഡിയോകൾ ഇടുന്നതും രണ്ടുപേർ വന്നിരുന്ന് പരസ്പരം അഭിപ്രായം പറയുന്നതുമൊക്കെ കാണാറുണ്ട്. എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ പൊതു ഇടങ്ങളിൽ വലിച്ചിടാൻ എനിക്ക് താല്പര്യമില്ല. ഒരാൾക്ക് താല്പര്യമില്ലാത്ത കാര്യത്തിൽ മറ്റുള്ളവർ കയറി ഇടപെടാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ പോലും അറിയാത്ത കാര്യങ്ങൾ പോലും വീഡിയോകളിൽ വന്നിരുന്നു പറയുന്നുണ്ട്. എൻ്റെ അക്കൗണ്ടിൽ നിന്നും ഞാൻ ഫോട്ടോസൊക്കെ ഡിലീറ്റ് ചെയ്തുവെന്നും അങ്ങോട്ടും ഇങ്ങോട്ടും അൺഫോളോ ചെയ്യുന്നുവെന്നുമൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഇവർ നോക്കുന്നത് എന്തിനാണ്? എൻ്റെ പോസ്റ്റിന് താഴെ വന്ന് കമൻ്റ് ഇടും. അതിനോട് ഞാൻ പ്രതികരിച്ചില്ലെന്ന് പറഞ്ഞ് വീഡിയോ ഇടുന്നത് കണ്ടിട്ടുണ്ട്. കമൻറ്റുകളൊന്നും അധികം നോക്കാറില്ല. അപൂർവമായേ മറുപടികൾ നൽകാറുള്ളൂ. എനിക്ക് താല്പര്യമില്ലാത്ത കാര്യം ഞാൻ ചെയ്യണമെന്ന് സോഷ്യൽ മീഡിയ വാശി പിടിക്കുന്നത് എന്തിനാണ്? ഈ വിഷയങ്ങളോടൊന്നും പ്രതികരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെയും എൻ്റെയും പേഴ്സണൽ കാര്യമാണ്. പറയുന്നവർ പറഞ്ഞോട്ടെ. അതേക്കുറിച്ച് സംസാരിക്കാനും ഞങ്ങൾക്ക് താല്പര്യമില്ല. താനും ആൽബിയും പിരിയാൻ കാരണം ജിൻഡോയുമായുള്ള അടുപ്പമാണെന്ന വാർത്തകൾക്കും അപ്സര മറുപടി നൽകി. ഞാൻ അറിഞ്ഞിട്ടില്ല. ബിഗ് ബോസിൽ വെച്ച് ഞാനും ജിൻഡോ ചേട്ടനും ഒരുമിച്ച് പെർഫോം ചെയ്തിട്ടുണ്ട്. ഹൗസിന് പുറത്തിറങ്ങിയ ശേഷം തങ്ങൾ തമ്മിൽ ഒരു കോണ്ടാക്റ്റുമില്ലെന്നും അപ്സര പറയുന്നു. ഹൗസിൽ നല്ല സുഹൃത്തുക്കളായ പല ആൾക്കാരും പുറത്തു വന്ന ശേഷം ഒരു കോണ്ടാക്റ്റും ഇല്ലാതായിട്ടുണ്ട്. അതിൽ ഒരാൾ ജിൻഡോ ചേട്ടനാണ്. ഈ വാർത്ത ചെയ്തയാളോടും അപ്സരയുടെ പ്രതികരണമുണ്ട്. വാർത്ത ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇവനെ വിളിക്കുന്നുണ്ട്. എനിക്കും അറിയണം വിശദാംശങ്ങൾ. ഇവന് മാമാ പണിയായിരിക്കണം. അല്ലാതെ ഇമ്മാതിരി വൃത്തികേട് പറയത്തില്ലല്ലോ. നമ്മളെല്ലാവരും ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നവരാണ് എന്നു കരുതി ഒരാളെ വിറ്റ് ജീവിക്കരുത്. ഒരാളുടെ വികാരം, അവസ്ഥ അതൊന്നും വിറ്റ് ജീവിക്കാൻ പാടില്ല. ഒരാളെ ദ്രോഹിച്ച് എന്തുണ്ടാക്കിയാലും അതൊന്നും നിലനിൽക്കില്ലെന്നും അപ്സര പറയുന്നു. അഖിൽ മാരാറും ആൽബിയും തമ്മിലുള്ള വിഷയത്തിലും അപ്സര മറുപടി നൽകി. ഞങ്ങൾ സിജോയുടെ വിവാഹത്തിന് പോയപ്പോൾ ഒരുമിച്ച് കണ്ടിരുന്നു, സംസാരിച്ചിരുന്നു, ഫോട്ടോ എടുത്തിരുന്നു. ഞാനും അഖിലും തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല. മാരാരുമായി മറ്റാർക്കെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് അവർ തമ്മിലുള്ള വിഷയമാണ്. അതിലെനിക്ക് യാതൊരു ബന്ധവുമില്ല. ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഞാൻ ബിഗ് ബോസിനുള്ളിലാണ്. എൻ്റെ അഭിപ്രായം ചോദിച്ചിട്ടുമില്ല, ഒരിടത്തും പറഞ്ഞിട്ടുമില്ല. ഞാൻ അറിയാതെ സംഭവിച്ചതാണിതൊക്കെ. വിഷയം എന്നെ ബാധിച്ചോ എന്ന് ചോദിച്ചാൽ ബാധിച്ചിരുന്നു, വേദനിപ്പിച്ചിരുന്നു. ജീവിതത്തിൽ അനുഭവിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അനുഭവിക്കേണ്ടി വരും. അതിൽ ശരിക്കും അനുഭവിച്ചിരുന്നു. ആൽബി ചേട്ടൻ പ്രതികരിച്ചത് മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ കണ്ടത്. കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ. ആവർത്തിക്കാതിരിക്കാം എന്നേ ഉള്ളൂവെന്നും അപ്സര പറയുന്നു.